പ്രാചീന കാലത്തെ ഓർമ്മിപ്പിക്കും വിധം കൗതുകകരമായ ഒരു സംഭവമാണ് കൊല്ലം കൊട്ടാരക്കരയിലുണ്ടായത്. പടിഞ്ഞാറ്റക്കര മഹാദേവ ക്ഷേത്രത്തിലാണ് കുഴിച്ചിട്ടിരുന്ന 6ഓളം ചീനഭരണികൾ കണ്ടെത്തിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ ഭരണികൾ ഭക്തജനങ്ങൾക്കും ആകാംക്ഷ നൽകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിലാണ് കൗതുകകരമായ ഭരണികൾ കണ്ടെത്തിയിട്ടുള്ളത്. രാജവംശകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചീന ഭരണികളാണ് ഇന്ന് ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ചുവപ്പും കറുപ്പും സങ്കരമായ നിറമാണ് ഭരണികൾക്ക്. ഏകദേശം 4.5 അടിയോളം പൊക്കവും 3.5 അടിയോളം വീതിയും ചിലതിനുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പഴയ സാധനങ്ങൾ സൂക്ഷിച്ച മുറി വൃത്തിയാക്കുന്നതിനിടെയാണ് ഭരണികൾ കണ്ടെത്തിയത്. നവീകരിക്കാനായിട്ട് ക്ലീൻ ചെയ്ത് ടൈലൊട്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വർക്ക് തുടങ്ങിയപ്പോൾ അതിനകത്തെ സാധനങ്ങളെല്ലാം പുറത്തെടുത്തപ്പോൾ നേരത്തെ നമുക്കറിയാമായിരുന്നു 2 ഭരണി അതിനകത്തുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ബാക്കിയെല്ലാം എടുത്തു വന്നപ്പോഴാണ് വലിയ 3 ഭരണി ഈ മുറിക്കകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ മുകൾ ഭാഗം ഭരണിയും മണ്ണിൻ്റെ മേൽഭാഗം കുറച്ച് ഭാഗം നമുക്ക് കാണാവുന്നതുകൊണ്ട് ഈ ഭരണി തന്നെയാണ് അത് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാൻ പറ്റുമായിരുന്നു. മുറിയുടെ തറയിൽ 5.5 അടി താഴ്ചയിൽ മുഖം മാത്രം പുറത്തേക്ക് കാണുന്ന നിലയിലായിരുന്നു ഭരണികൾ. മണ്ണ് നീക്കം ചെയ്ത് വാതിൽ പൊളിച്ച് ഭരണികൾ പുറത്തെത്തിച്ചു. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് ഭരണികൾ വൃത്തിയാക്കി ക്ഷേത്ര മുറ്റത്ത് വച്ചിരിക്കുകയാണ്. ഇത് കണ്ടെത്തിയത് ക്ഷേത്ര വികസനത്തിൻ്റെ ഭാഗമായി ഉപദേശങ്ങളുടെ ചുമതലയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഓഫീസ് കെട്ടിടത്തിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് റൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഈ ഭരണികൾ. ഒരുപാട് ഭക്തജനങ്ങൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. പ്രാചീന കാലത്ത് അന്നത്തെ രാജവംശം ക്ഷേത്രങ്ങളിൽ ഇത്തരം വലിയ ഭരണികൾ ഉപയോഗിച്ചു വന്നതായി കണക്കാക്കുന്നു. ഭഗവാൻ ആവശ്യമുള്ള എണ്ണ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭരണി ഉപയോഗിച്ചിരുന്നു എന്നാണ് ആകെയുള്ള ഒരു ചെറിയ അറിവ്. പിന്നെ അതിലുപരി മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും എല്ലാവർക്കും ഈ നാടിനും ഇപ്പോൾ ഇവിടെ ഇതൊരു അത്ഭുത വസ്തുവായി തന്നെ ഇരിക്കുകയാണ്. പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. പ്രാചീന ഗ്രീക്ക് വ്യാപാരികൾക്ക് മുന്നേ ചൈനീസ് വ്യാപാരികൾ ചീന ഭരണികളുമായും മറ്റും കേരളത്തിലെത്തിയതായി ചരിത്രകാരന്മാർ പറയുന്നു. കണ്ടെത്തിയ ഭരണികൾക്ക് ഏറെക്കാലത്തെ പഴക്കമുള്ളതായി കണക്കാക്കുന്നു. പഴമയുടെ സൗന്ദര്യവും പാരമ്പര്യവും ഒക്കെ ആസ്വദിക്കുവാനും അറിയുവാനുമാകുന്ന തരത്തിലാണ് ഈ ചീന ഭരണികൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും നിരവധി പേരാണ് ഇത് കാണുവാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.